ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും മണിക്കുട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഒരു ഔട്ടിംഗ് വീഡിയോ ആട്ടോ. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുള്ളി ഔട്ടിംഗ് അല്ല, നമ്മുടെ ലൈബ്രറി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് അവിടെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ക്ലേ മോഡലിംഗ്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളും കൂടെ വന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറിയാണ് പോയത്. എൻ്റെ ദൈവം, എന്ത് കോമഡി ആയിരുന്നെന്നറിയോ. ആദ്യം പോയി ബോർഡിലേക്കുള്ളത് പ്രസ് ചെയ്തു. ബേസ്മെൻറ്റിലാണ് നമ്മുടെ ചിൽഡ്രൻസ് ലൈബ്രറി ഉള്ളത്, മുകളിലൊക്കെ ഉള്ളത് പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ താഴോട്ട് പ്രസ് ചെയ്തപ്പോൾ പറ്റുന്നില്ല. എന്നിട്ട് അത് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ടുള്ളതിൻ്റെ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് കയറിയപ്പോൾ ബേസ്മെൻറ്റിലാണല്ലോ പോകേണ്ടത്. ആദ്യം ഞാൻ കയറി UGയിലടിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ മിഡിൽ ഫ്ലോറിൽ പോകാൻ വേണ്ടിയുള്ളത് അടിച്ചു. അത് ഓർന്ന് നോക്കിയപ്പോൾ ഇതല്ലല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ ഒന്നടിച്ചു, അവിടെയുള്ള എല്ലാ നമ്പേഴ്സും അടിച്ചു. എന്ന് വെച്ചാൽ ആ ലൈബ്രറിയിലെ എല്ലാ ഫ്ലോറിലും ഞങ്ങൾ കയറി ഇറങ്ങിയില്ല. ആ ലിഫ്റ്റിൽ ഇരുന്ന് ഞങ്ങൾ എല്ലാ ഫ്ലോറും കണ്ടു. സത്യത്തിൽ ഞങ്ങളിങ്ങനെ എപ്പോഴാണ് എത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കൂടി ആ ലിഫ്റ്റിൽ നിൽക്കുന്നത്. അങ്ങനെ ലാസ്റ്റത്തെ നമ്പറായി B അടിച്ചു. ബേസ്മെൻറ്റിലെത്തി ഞങ്ങൾ. എന്നിട്ട് അവിടെ കയറി ചിൽഡ്രൻസ് ലൈബ്രറി കയറി. അയാളോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ക്ലേ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബുക്കൊക്കെ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ റിട്ടേൺ ചെയ്തു. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയുള്ളതാണെന്നറിയോ. ഇതെന്ന് വെച്ചാൽ സ്ക്രാച്ച് വാളാണ്. സ്ക്രാച്ചിങ് പേപ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. ആ പേപ്പർ ഇവിടെ റീഡിങ് ചാലഞ്ചിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് പിള്ളേരും വരച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഭിത്തിയിൽ ഒട്ടിക്കുന്നതാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ. ഭയങ്കര അട്രാക്റ്റീവാണ് ഈ ലൈബ്രറി, നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഓരോ റൂമും കയറി ഇറങ്ങി ക്ലെയിം പിടിച്ച് കയറി ഇറങ്ങി അറ്റ് ലാസ്റ്റ് എല്ലാവർക്കും വേറെ സ്ഥലത്താണെങ്കിലും സീറ്റ് കിട്ടി. ആമിക്കും ആൻഡ്രിയയ്ക്കും വേറൊരു ടേബിളാണ് കിട്ടിയത്. ആമി തന്നെ വേറൊരു ടേബിളിലിരുന്നു. ഞാനും ആഞ്ചലീനയും വേറൊരു ചെറിയ ടേബിളിൽ ഇരുന്നു. കാരണം 200+ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ പിള്ളേരും കൂടെ അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കുന്ന ഒരു സംഭവമല്ലേ. ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഐഡിയ ഒന്നും നോക്കിയില്ല. ഞാൻ ആദ്യമേ പുലി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പുലി ഉണ്ടാക്കാൻ തുടങ്ങി. അരമണിക്കൂറായിട്ട് ഞാൻ ഉരുട്ടി തീർന്നിട്ടില്ലായിരുന്നു. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. അവൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ആമിയും ഞങ്ങളെല്ലാവരും കുറേ വേറെ ക്ലേ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. കാരണം ഒരാൾക്ക് 3 ക്ലേ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതെ, അവൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എന്തോ വെച്ച് കുഴച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പുലിയുടെ ഒരു ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. എന്നാലും ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി. പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചൊരു മനുഷ്യനെ ഉണ്ടാക്കാതെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനൊരു പെണ്ണിനെ അങ്ങ് ഉണ്ടാക്കി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റ് ഞാൻ കഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഗീവ് അപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു സംഭവം കിട്ടത്തില്ലായിരുന്നു. എനിക്ക് ക്ലേ മോഡലിംഗ് ഒന്നും വലിയ വശമില്ല, പക്ഷെ എന്നാലും എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റി. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഐഡിയാസൊക്കെ നോക്കിയൊക്കെ ആട്ടോ ചെയ്തത്. അതൊക്കെ ചെറുതല്ലേ. ആബി ഇവിടെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെല്ലാവരെക്കാട്ടും വ്യത്യസ്തമായിട്ടാട്ടോ ആബി ഉണ്ടാക്കിയത്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റ് ആയിരുന്നു ആമി ഉണ്ടാക്കിയത്. കയ്യിലിടാൻ പറ്റില്ല, നമുക്ക് ഷോക്കേസിൽ വെക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നോർമൽ ക്ലേ അല്ല കേട്ടോ ഇത്. നമ്മുടെ നോർമൽ ക്ലേ അല്ല, ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. പെട്ടെന്ന് ഇങ്ങനെ സ്പോഞ്ച് പോലെയാകും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ലാസ്റ്റ് അത് കഴിയുന്നത് വരെ ഞങ്ങൾ ഇരുന്ന് ഉണ്ടാക്കുമായിരുന്നു. നല്ല രസമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പെൺകുട്ടി. അങ്ങനെ ഞങ്ങൾ കുറേ ബുക്കൊക്കെ ബോറോ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ സമ്മർ റീഡിങ് ചാലഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബുക്സ് ഞാൻ ഒറ്റ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആ സമ്മർ റീഡിങ് ചാലഞ്ച് തുടങ്ങിയതിന് ശേഷം. സോ ഞാനിങ്ങനെ 5 ബുക്കും എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ വായിച്ചു. ഇനി അത് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് മെഡലും സർട്ടിഫിക്കറ്റും ഗിഫ്റ്റുകളും എല്ലാം കിട്ടും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു
ലൈബ്രറിയാണ്. പിള്ളേർ പോയി അവിടെ അങ്ങ് നിന്ന് പോകും, അത്ര അട്രാക്റ്റീവാണ്. ഇപ്പം നമ്മുടെ മാർവലസ് മേക്കേഴ്സിൻ്റെ റീഡിങ് ചാലഞ്ച് ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ അടിപൊളിയായി. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, നല്ലൊരു അടിപൊളിയായിട്ട് ലൈവ്ലി ആയിരുന്നു നമ്മുടെ ലൈബ്രറി അന്ന്. ഞങ്ങൾക്ക് കാർഡ്സ്, ലൈബ്രറി കാർഡ്സ് ഞാൻ കാണിച്ച ആ പൗച്ചിലാണ് കേട്ടോ വെക്കാറ്. ഞങ്ങൾ എല്ലാവരും ബുക്കൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി വായിക്കാൻ വേണ്ടി എല്ലാവരും ബുക്ക് എടുത്തു. അവിടെ പല തരത്തിലുള്ള ബുക്കുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ പിക്ചർ ബുക്ക്, വായിക്കുന്ന ബുക്ക്, പല തരത്തിലുള്ള ബുക്ക് അവിടെ ഉണ്ട്. നല്ലതാട്ടോ, അവിടെ കുറേ ബുക്സ് ഉണ്ട്. നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിനും പറ്റിയ ബുക്സ് ഉണ്ട്. ഓരോ ലെവലൊക്കെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഏതൊക്കെ ബുക്കാണ് ഏതൊക്കെ ആൾക്കാർക്ക് സ്യൂട്ടബിൾ. നഴ്സറി പിള്ളേർക്ക് വേണ്ടിയുള്ള ബുക്സ് വരെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ UK ആണെങ്കിൽ നിങ്ങളുടെ എന്തായാലും ലൈബ്രറിയിൽ പോയി നോക്കണം. അങ്ങനെ ഞങ്ങൾ കുറേ ബുക്സ് എല്ലാം എടുത്തു.